അത് ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്യിപ്പിക്കും. കാരണം അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ടാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാൻ കഴിയാറായില്ലേ? ശഅബാന്റെ അവസാന വാരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗം നടത്തി. അതുപോലെ ഒരു പ്രസംഗമാണ് നമുക്ക് കിട്ടിയ അവസരം. എന്താണ് നബി തങ്ങളെന്ന് പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അദല്ലകും ശഹ്റുൻ അദീം, ഒരു മഹത്തായ മാസം നിങ്ങളുടെ വെളിപ്പാട് അകലെ എത്തിയിരിക്കുന്നു. ദാ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ശഹ്റുൻ മുബാറക്, പുണ്യമാക്കപ്പെട്ട മാസം. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ഒരു രാവടങ്ങുന്ന മാസം. 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ഒരു രാവടങ്ങുന്ന മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിൽ പകൽ നോമ്പനുഷ്ഠിക്കൽ അല്ലാഹു നിർബന്ധമാക്കി. വഖിയാമ ലൈലിഹി തതവ്വുഅ, രാത്രി നിന്ന് നിസ്കരിക്കൽ, തറാവീഹ് നിസ്കരിക്കൽ അല്ലാഹു സുന്നത്താക്കി. റമദാനിന്റെ മഹത്വം ഇങ്ങനെ പറയാൻ നമുക്ക് ചെറിയ ഒരു വിശദീകരണത്തോടുകൂടെ പോകാം. 1000 മാസത്തിനേക്കാൾ പുണ്യമുള്ള ഒരു രാവടങ്ങുന്ന മാസമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ കൂടുതൽ വിശദീകരിക്കാറൊന്നും നിൽക്കുന്നില്ല. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര വർഷമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വർഷത്തിൽ 12 മാസം. അപ്പൊ 1000 മാസം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 83 കൊല്ലവും 4 മാസവും ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്ന് പറഞ്ഞാൽ 80 ചില്ലാനം വർഷങ്ങൾ. 80 ചില്ലാനം വർഷം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പടച്ച റബ്ബിനു വേണ്ടി ഇബാദത്ത് ചെയ്താൽ നേടിയെടുക്കാവുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് പരമാവധി ദീർഘായുസ് കിട്ടിയാൽ നേടാനാവുന്നത്, കിട്ടാവുന്ന ഏറ്റവും സുദീർഘമായ പ്രായം, അത് ഓരോ വർഷവും നമുക്ക് കടന്നു വരുന്നു. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. പക്ഷെ നമ്മളത് നഷ്ടപ്പെടുത്തുകയല്ലേ? ആ മഹാഭാഗ്യല്ലേ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഇത് കിട്ടാൻ എന്താ വേണ്ടത്? റമദാനിലൊരു ദിവസമാണെന്ന് ഉറപ്പല്ലേ? റമദാനിലൊരു ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് ഉറപ്പാണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ ഇതിനൊരുങ്ങുന്നില്ല? സത്യത്തിൽ ഇത് അള്ളാഹു മറച്ചു വെച്ചു. ഏത് രാത്രിയാന്ന് പറഞ്ഞു തന്നില്ല. അതിന്റെ കാരണം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒന്ന് അമല് അധികരിപ്പിക്കാൻ. അത് നമുക്കൊക്കെ അറിയാവുന്ന മറുപടിയാണ്. ഇന്ന ദിവസം അള്ളാഹ് കണക്കാക്കി പറയുകയാണെങ്കിൽ, നബി കണക്കാക്കി പറയുകയാണെങ്കിൽ അന്ന് മാത്രം മുണ്ടും മാറ്റിയിട്ട് ഒരുങ്ങും, ബാക്കിയുള്ള ദിവസം ഒന്നും ചെയ്യൂല. നേരെ മറിച്ച് ഇന്ന ദിവസം എന്ന് പറയാഞ്ഞാൽ ഈ 1000 മാസത്തെക്കാൾ പുണ്യമുള്ള രാവ് എത്തിപ്പിടിക്കാൻ വേണ്ടി പരമാവധി ദിവസങ്ങൾ ഇബാദത്ത് ചെയ്യും. അപ്പോൾ ഖൈറ് കൂടും, അമലുകൾ കൂടും. ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു മറുപടി. അതിനപ്പുറത്ത് റാസിമാം പറഞ്ഞ വേറൊരു മറുപടി ഉണ്ട്. അതിനാ അടിവര ഇടേണ്ടത്. റാസിമാം പറഞ്ഞു, അമൽ അധികരിപ്പിക്കാൻ മാത്രമല്ല, അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ അറിയിച്ചു തരാതിരുന്നത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചിട്ടാണ്. എന്നെയും നിങ്ങളെയും സ്നേഹിച്ചിട്ടാണ് അല്ലാഹ് ലൈലത്തുൽ ഖദ്ർ അറിയിച്ചു തരാതിരുന്നത്. എന്തേ കാരണം? ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണ് എന്ന് അല്ലാഹ് പറഞ്ഞു തന്നാൽ അന്ന് തെറ്റു ചെയ്താൽ അതിന് കുറ്റവും കൂടും. അല്ലെ? ഹറമിൽ വെച്ചൊരു നന്മ ചെയ്താൽ 1,00,000 പ്രതിഫലമുണ്ട്. തെറ്റിനും ഉണ്ടോ എന്നുള്ളൊരു ചർച്ച ഉണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഉണ്ട് എന്നാ മഹാന്മാർ പറയുന്നത്. ഉണ്ട് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്, ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ലൈലത്തുൽ ഖദ്റിൽ തെറ്റ് ചെയ്താലും ഗൗരവല്ലേ? അപ്പൊ അറിഞ്ഞുകൊണ്ട് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കണ്ട. ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്യും. ഇതിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി, റാസി ഇമാമിന്റെ ഈ തഫ്സീർ ഇങ്ങനെ വായിച്ചപ്പോൾ, അങ്ങനെ ഉണ്ടാവോ? മുസ്ലിം ഉമ്മത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യോ? അല്പ ഈമാനുള്ളവൻ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് തെറ്റ് ചെയ്യോ? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറഞ്ഞറിയിച്ച ദിവസങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയാൽ മതി. അപ്പൊ തിരിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 ദിവസങ്ങളിൽ ദുആക്ക് ഉത്തരം ഉറപ്പാ. 2ാം കൈയില്ല. ദുആ എന്നാൽ ഉത്തരം ഉറപ്പാ. അതൊരു ഹായിബാകുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഏതാണത്? ഒന്ന് ചെറിയ പെരുന്നാളിന്, ബലിപെരുന്നാൾ രാവ്, ചെറു പെരുന്നാൾ രാവ്, അതുപോലെ തന്നെ ബറാഅത്ത് രാവ്, ലൈലത്തുൽ ഖദ്ർ. അതില് ചെറിയ പെരുന്നാൾ രാവും വലിയ പെരുന്നാൾ രാവും ഒക്കെ കൃത്യമാണല്ലോ. ചെറിയ പെരുന്നാൾ ശവ്വാൽ 1-നാണ്, വലിയ പെരുന്നാൾ ദുൽഹിജ്ജ 10-നാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. അത് ഏതല്ല, സുമാർ കണക്കല്ല. എന്നിട്ട് ഇത്രയും മഹത്വമുള്ള ഈ രാവ് നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളെയൊക്കെ നാട്ടിലുണ്ടാവാറുണ്ട് ഈദ് നൈറ്റ് പരിപാടി, അല്ലേ?
എന്താണ് ഈദിനേറ്റ് പരിപാടി നടക്കല്? അള്ളാഹു റസൂലും പൊരുത്തല്ലാത്ത കാര്യമല്ലേ? അപ്പോൾ റാസി മാമ പറഞ്ഞതിന്റെ താല്പര്യം ഈദിനേറ്റുമ്പോൾ അവിടെ നിന്നോട്ടെ, ഒരു ഖദറിനേറ്റും കൂടെ ഈ ഉമ്മത്ത് താങ്ങൂല എന്ന് കരുതിയിട്ടാണ്. ഉറപ്പാണ്. ലൈലത്തുൽ ഖദർ ഇന്ന ദിവസം അറിയിച്ചു കൊടുത്താൽ അന്ന് ഖദറിനേറ്റ് ഉണ്ടാക്കും. ഖദറിനേറ്റ് ഉണ്ടാക്കിയിട്ട് ഒപ്പന, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗാനമേള, എല്ലാ തോന്നിയാസവും നടത്തും മനുഷ്യൻ. അള്ളാഹുവിനോട് നന്ദി കെട്ട മനുഷ്യന്റെ രൂപം അതാണ്. ഇത് മനസ്സിലാക്കിയിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, അറിയാതെ കുടുങ്ങുകയാണെങ്കിൽ കുടുങ്ങിക്കോട്ടെ, അറിഞ്ഞുകൊണ്ട് എന്റെ അടിമകളെ കൊണ്ട് തെറ്റിയിപ്പിക്കേണ്ട എന്നുള്ളതാണ് അള്ളാഹുവിന്റെ തീരുമാനം. കാരണം അതിനെ കൂടുതൽ ശിക്ഷിക്കേണ്ടി വരും അപ്പോൾ. കാരണം ആ ദിവസത്തെ ചവിട്ടിമെതിക്കാണ് അവൻ ചെയ്യുന്നത്. ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാവുണ്ട് എന്ന കാരണം കൊണ്ട് ഒന്നൊരുങ്ങണം. റമദാനിന്റെ അവസാനത്തെ 10 ഒന്നും കൂടെ സജീവാകണം. എന്തേ കാരണം? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇഅ്തഖഫ്നാ മഅ റസൂലില്ലാഹ് അൽ അശ്റൽ വസ്തത മിൻ റമദാൻ ഫഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വബീഹത 20 فقال أريت ليلة القدر فنسيتها فالتمسوها في العشر الأواخر في الوتر. എന്താ പറഞ്ഞത്? റമദാനിന്റെ നടുവിലത്തെ 10 ഞങ്ങൾ നബി തങ്ങളോടൊപ്പം ഇത്തികാഫിരുന്നു. രണ്ടാമത്തെ 10 തന്നെ ഇത്തികാഫ് തുടങ്ങി. 20 അന്ന് നേരം പുലർന്നപ്പോ 20 അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദർ എന്നായിരുന്നു എന്ന് എനിക്ക് കൃത്യമായി വിവരം നൽകപ്പെട്ടിരുന്നു. പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് മറപ്പിച്ചു കളഞ്ഞതാ. അതിൽ ഉമ്മത്തിന് ഖൈറുണ്ട്. അതുകൊണ്ട് സഹാബാ ഫൽതമിസൂഹാ, നിങ്ങൾ ആ രാത്രിയെ അന്വേഷിക്കണം. ഫിൽ അശ്രിൽ അവാഖിരി ഫിൽ വിത്ർ, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ആ രാത്രിയെ അന്വേഷിച്ചോ. ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈ വരുന്ന റമദാൻ മാസത്തില് അവസാനത്തെ 10 ആകുമ്പോഴേക്ക് നാം ചെയ്യുന്ന ഇബാദത്തൊക്കെ ഒന്നും കൂടെ ഉഷാറാവണം. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഉണ്ടായാലും എങ്ങനെയാ ഞങ്ങൾ ഒന്നാമത്തെ 10 തറാവീഹിന് ഒരു 4, 5, 6 സഫൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ 10 2, 3 ആവും. മൂന്നാമത്തെ സഫ് 27 രാവൊക്കെ ആകുമ്പോഴത്തേന് 5 ആൾ 6 ആളാവും. അല്ലെ? കുറഞ്ഞിങ്ങനെ വരല. ഇതല്ല വേണ്ടത്. അവസാനത്തെ 10 ആകുമ്പം സജീവമായി വരിക വേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, 27-ാം രാവ് അത് പ്രതീക്ഷയുള്ള ഒരു രാവാണ്. പ്രബലമായ അഭിപ്രായ പ്രകാരം അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ അതാണ് കൂടുതൽ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്നത്. ഇനി 27 എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞോലുണ്ട്. 27 ആവാം. അതുകൊണ്ട് 27-ാം രാവിൽ പ്രത്യേക സദസ്സുകളൊക്കെ വരുന്നത്. പഴയ കാലത്ത് ഒരുമിച്ച് കൂട്ടിയതിനൊക്കെ പ്രത്യേകം മഹത്വമുണ്ട്. അതിന് പ്രത്യേകം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാരണമുണ്ട്. ഹദീസുകളിൽ തന്നെ സൂചനകൾ വരുന്നു. മാത്രമല്ല, ലൈലത്തുൽ ഖദർ എന്ന വാക്കിൽ 9 അക്ഷരങ്ങളാ. ലൈലത്തുൽ ഖദറിൽ 9 അക്ഷരങ്ങളാ. എണ്ണിയൊക്കെ കിട്ടും 9 അക്ഷരങ്ങൾ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 3 വട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ. ശരിക്കും അറബി ഭാഷ അറിയുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഒരു വട്ടം പറയണം, പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് ചോദിക്കേണ്ടതില്ല. വമാ അദ്റാക മാ ഹി എന്ന് ചോദിച്ചാൽ മതി. ഹിയ ഖൈറും മിൻ അൽഫി ശഹർ അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയാതെ വീണ്ടും ലൈലത്തുൽ ഖദർ എന്ന് 3 വട്ടം പറഞ്ഞത് ലൈലത്തുൽ ഖദറിൽ മഹാന്മാർ കണ്ടെത്തിയ ചില സൂചനകളാണ്. ലൈലത്തുൽ ഖദറിൽ 9 അക്ഷരങ്ങളുണ്ട്. 9 27. 27-ാം രാവിനാകാൻ സാധ്യതയുണ്ടെന്ന് ചില മഹാന്മാർ. അതൊക്കെ അഭിപ്രായങ്ങളാണ്, നിഗമനങ്ങളാണ്, തീർച്ചപ്പെടുത്തിയ ശബ്ദങ്ങളല്ല. ഞാൻ തീർത്തു പറയുന്നു. പക്ഷേ അതിലൊക്കെ ബറക്കത്തുണ്ടാകും. മഹാന്മാർ പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് ആ ദിവസത്തേക്കൊന്നൊന്നും സജീവമായിട്ട് ആ ദിവസത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുക, ചെയ്യേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധിപ്പിച്ചു തരട്ടെ. എന്നാൽ ഇനിയിപ്പോ അവസാനത്തെ 10 എല്ലാ രാവും ഹയാത്താക്കാൻ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലൈലത്തുൽ ഖദറിന് ഒരു രാത്രിക്ക് 80 ചില്ലാനം വർഷങ്ങളുടെ മഹത്വം ഉണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂർ കിട്ടിയാൽ എത്ര വർഷം ഉണ്ടാവും എന്നാലോചിച്ച് നോക്ക്.
ഒരു രാത്രി പറഞ്ഞാൽ ഒരു 10 മണിക്കൂറല്ല ഇത് ഉണ്ടാകുക. ഈ 10 മണിക്കൂർ സമയത്തിന് 80 ചില്ലാനം വർഷങ്ങളുടെ മഹത്വം ഉണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂർ കിട്ടിയാൽ പോരെ സുഹൃത്തെ? ഒരു 8 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കാൻ ആ 1 മണിക്കൂർ ലൈലത്തുൽ ഖദറിൽ ഈ റമദാനിൽ കിട്ടണമെന്ന് കരുതിയാ കിട്ടൂലേ ഈ ഉമ്മത്തിന്? ഞാൻ തീർത്തു പറയുന്നു, കിട്ടും. എന്താ മാർഗം? എല്ലാ ദിവസവും നിങ്ങൾ അത്താഴത്തിന് എഴുന്നേൽക്കൂലേ? ആ എഴുന്നേൽക്കുന്നത് 1 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുക. എന്നും 1 മണിക്കൂർ ഇബാദത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, സ്വലാത്ത് ചെല്ലുക, ദുആ ഇറക്കുക. 30 ദിവസം ചെയ്താൽ ഒരു ദിവസം ഏതായിരിക്കും? ലൈലത്തുൽ ഖദർ ആയിരിക്കൂലേ? ഇതിലൊരു ദിവസം ലൈലത്തുൽ ഖദർ ആയിരിക്കുമല്ലോ. 8 കൊല്ലം വിശ്രമല്ലാതെ ജോലി ചെയ്ത് അമല് ചെയ്ത കൂലി നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റൂലേ? നേടാൻ പറ്റൂലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതൊരു പ്രയാസമുള്ള കാര്യമാണോ? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ ആയത്തും അതിന്റെ ശേഷം ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും എന്ന ആയത്തും, ഈ 2 ആയത്തിന്റെയും ഇടയിൽ ഒരു ആയത്ത് വേറെ കടന്നു വരുന്നുണ്ട്. അതേതാ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ ഫലസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഇത് ദുആഇന്റെ ആയത്താണ്. ഇത് നോമ്പിന്റെ പരാമർശയിലില്ല. അള്ളാഹിനോട് ദുആ ഇറക്കണം എന്ന് പറയുന്ന ആയത്താ. ദുആഇന്റെ ആയത്ത് എന്നാ മഹാന്മാർ ഇതിനെ വിശേഷിപ്പിക്കും. എന്താ ഈ നോമ്പിന്റെ ഇടയിൽ ദുആഇന്റെ ആയത്തിന് ഇത്ര അർത്ഥം? നോമ്പ് പ്രാർത്ഥനയുടെ പീരിയഡാണ്. അപ്പൊ ദുആ ഇറക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയപ്പെടാൻ നോക്കുക. നോമ്പിന്റെ ദിനരാത്രങ്ങളൊക്കെ ദുആക്ക് പറ്റിയതാണ്. എങ്കിൽ ഏറ്റവും പവറുള്ള സമയത അത്താഴ സമയമാണ്. അത് നോമ്പിനാകുമ്പോ ഒന്നും കൂടെ പവർ കൂടൂലേ? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാമിന്റെ മക്കള്, അവിടുത്തെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജ്യേഷ്ഠന്മാര് യൂസുഫ് നബിയെ കൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞു. ചരിത്രം നിങ്ങൾക്കറിയാൻ ഞാൻ പറയേണ്ടതില്ല. അവിടെ നിന്ന് കച്ചവട സംഘം യൂസുഫിനെ കോരിയെടുത്തു. എന്നിട്ട് ഈജിപ്തിലെ അടിമക്കമ്പോളത്തിൽ വിറ്റു. അതിന്റെ ശേഷം സുലൈഖയുടെയും കൂട്ടുകാരികളുടെയും ശല്യം മൂത്തപ്പോൾ, സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബി റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. പടച്ചവനെ, ഈ കൊസറാകൊള്ളികളായ പെണ്ണുങ്ങൾ എന്നെ ക്ഷണിക്കുന്ന ഈ വേണ്ടാത്തരത്തെക്കാൾ എനിക്ക് നല്ലത് ജയിലറയാണ് റബ്ബേ, എന്നെ നീ തടവിലടച്ചാളാം. റബ്ബിനോട് ദുആ ചെയ്തു വാങ്ങിയതാ തടവറ. ഒരിക്കലും മനസ്സിലാക്കരുത് അള്ളാഹു യൂസുഫ് നബിയെ ശിക്ഷിച്ചതാണ്. യൂസുഫ് നബി അള്ളാഹിനോട് ദുആർന്ന് വാങ്ങിയതാ. ഇവലെ ഷെറ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട്. അതിന് മുമ്പായി ദുആ നടന്നത്. പിന്നെ അതിന്റെ ശേഷം ഈ സംഭവമൊക്കെ ഉണ്ടായത്. സുലൈഖ ഒരു സമയം ഏറ്റവും അവസാന ഘട്ടത്തിൽ റൂമിൽ അടച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചത്, ഓടി രക്ഷപ്പെട്ടതും കുപ്പായം കീറിയതും, അങ്ങനെ അവസാനം എല്ലാ കള്ളിയും പുറത്തായല്ലോ. കുപ്പായം പുറത്ത് പിൻഭാഗം കീറിയത് എന്നതോടുകൂടി. എന്നാലും യൂസുഫ് നബി ദുആ ചെയ്ത് വാങ്ങിയതാ. റബ്ബെ, ഒന്ന് ജയിലിൽ അടച്ചു തരണം. എനിക്ക് ഇതിലേറെ നല്ലത് ജയിലാണ്. എനിക്ക് നല്ലത് ചെയ്യാനുള്ള അവസരം വേണ്ടത്. ഈ വേണ്ടാത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റണം. ജയിൽ ചോദിച്ചു വാങ്ങി. അള്ളാഹു ജയിൽ കൊടുത്തു. ആ ജയിൽ വാസത്തില് യൂസുഫ് നബി അലൈഹിസ്സലാം വല്ലാതെ ആത്മീയമായി വീണ്ടും ഉയർന്നു. അങ്ങനെ രാജാവിന്റെ ആളുകൾ, കക്ഷികൾ സ്വപ്നം കാണുന്നു. അങ്ങനെ അവസാനം സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. അവസാനം രാജാവ് സ്വപ്നം കാണുന്നു. സ്വപ്ന വ്യാഖ്യാനം തേടി അന്ന് ജയിലിൽ നിന്ന് മോചനം ലഭിച്ചയാൾ തിരിച്ചു വന്ന് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജയിൽ മോചിതനാക്കുന്നു. സൂറത്ത് യൂസുഫിന്റെ ഹ്രസ്വമായ ഒരു രൂപ പറഞ്ഞത്. ഭരണ കസേരയിലേക്ക് വരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. മിസ്രിലെ ഭരണം നടത്തുന്നു. അപ്പോഴാണ് ഇക്കാക്കമാർ, പഴയകാലത്ത് കുട്ടിക്കാലത്ത് തന്നോട് അരുതായ്മ പ്രവർത്തിച്ച ഇക്കാക്കമാർ, അവരുടെ നാട്ടിൽ ഭക്ഷണമല്ല, അരിക്ക് വകയില്ല, അവർ റേഷന് വന്നിരിക്കുന്നു. അവരോട് നിങ്ങൾ യൂസുഫിനെ അറിയോ എന്ന് ചോദിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, അവരെ വിഷമിപ്പിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന സംഭവമാണല്ലോ. അങ്ങനെ അവസാനം ഞാനാണ് യൂസുഫ് എന്ന് അവരോട് തുറന്നു പറയുന്നു. അവരാകെ യൂസുഫിന്റെ മുമ്പിൽ ഇനി എന്ത് നടപടിയാ നമുക്കെതിരെ സ്വീകരിക്കുക എന്നുള്ള ബേജാറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ യൂസുഫ് നബി പറയുന്നു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. മക്കളെ, പ്രിയപ്പെട്ട ജേഷ്ഠന്മാരെ, ഇക്കാക്കമാരെ, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല കേട്ടോ. ഇക്കാക്കമാരെ, നിങ്ങളും ആപ്പാനെയും ഉമ്മാനെയും ഒക്കെ കൂട്ടി ഇങ്ങ് പോരും, നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം. ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി. ഇവർ പോകുന്നു. വാപ്പാക്ക് കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിന്നെ കാണാതെ കരഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം കുപ്പായം കൊടുത്തയക്കുന്നു. മഹാന്മാരുടെ ശരീരത്തിൽ തൊട്ടതിന് ബറക്കത്തുണ്ട്, സംശയിക്കണ്ട.
ആ കുപ്പായം ഇട്ടപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. ഒക്കെ ഖുർആനാണ്. അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഇക്കാക്കമാര് വാപ്പയോട് സത്യം പറഞ്ഞു. വാപ്പാ, അന്ന് ഞങ്ങൾ യൂസുഫിനെ ചെന്നായ പിടിച്ചു തിന്നതാണെന്ന് പറഞ്ഞു. ഉപ്പാ, അന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, അല്ല, നിങ്ങളുടെ മനസ്സ് എന്തോ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് തോന്നിപ്പിച്ചു തന്നതാന്ന് പറഞ്ഞു. അതായിരുന്നു സത്യം. ഞങ്ങൾ യൂസുഫിനെ കിണറ്റിലെറിഞ്ഞതാ. കഥ മുഴുവനും പറഞ്ഞു കൊടുത്തു. ഇന്ന് നമുക്ക് ഭക്ഷണം തരുന്ന, അരി തരുന്ന, റേഷൻ തരുന്ന രാജാവ് നിങ്ങളെ മകൻ യൂസുഫാൻ എന്ന് വാപ്പയോട് പറഞ്ഞു. അതുകൊണ്ട് വാപ്പാ, നമുക്ക് അങ്ങോട്ട് പോകണം. പക്ഷേ തങ്ങളോടൊരു കാര്യം ഞങ്ങൾക്ക് തുറന്ന് പറയാതിരിക്കാൻ വയ്യ. യാ അബാനസ്തഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പൊന്നു പിതാവേ, ഞങ്ങൾ അരുതായ്മ ചെയ്തു പോയി യൂസുഫിനോട്. ബോധമില്ലാത്ത കാലത്ത് ഞങ്ങൾ എന്തൊക്കെയോ ക്രൂരതകൾ കാട്ടിപ്പോയി യൂസുഫിനോട്. അതുകൊണ്ട് ഒന്ന് ദുആരക്കോ നിങ്ങളെ റബ്ബിനോട്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആരക്കോ. നിങ്ങൾ നബിയാണ്, നിങ്ങൾ ദുആരന്നാൽ അല്ലാഹു ദുആ സ്വീകരിക്കും. ഒന്ന് ദുആ ചെയ്യുമോ? ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ അതാ വാപ്പയുടെ മറുപടി, ഖാല സൗഫ അദ്ഉ ലക്കും റബ്ബി. അവിടുന്ന് മറുപടി പറയുന്നത് എന്താ? പിന്നീട്, ഇപ്പോഴല്ല, സമയാകുമ്പോ ഞാൻ പറയാ, പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരാം. ഇപ്പൊ അതിന് പറ്റിയ സമയമല്ല. ദുആക്ക് ഉത്തരമുള്ള ഒരു സമയത്ത് നമുക്ക് ദുആ ചെയ്യാം. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫലമ്മാ ജാഅ സഹർ, അത് ഖുർആനല്ല, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ എഴുതുന്നു. ഫലമ്മാ ജാഅ സഹർ, അത്താഴ സമയം വന്നപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ മുഴുവനും വിളിച്ചുണർത്തി. മക്കളെ എഴുന്നേൽക്ക്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ദ്വാരക്കാൻ പറ്റിയ സമയ ജൗഫുൽ ലൈൽ, അത്താഴ സമയം. എഴുന്നേറ്റോ, ഇപ്പൊ ദ്വാരന്നാൽ അള്ളാഹു ഉത്തരം തരും. എഴുന്നേൽക്ക്. അവരെ എഴുന്നേൽപ്പിച്ചു. യൂസുഫ് നബി യാക്കൂബ് നബി ദ്വാരുന്നു. അവിടുത്തെ മക്കൾ ആമീനും പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യാക്കൂബ് നബി ദ്വാരക്കാൻ തെരഞ്ഞെടുത്ത സമയമാണ് അത്താഴ സമയമെങ്കിൽ, ഈ അത്താഴ സമയത്ത് അഥവാ സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കുക എന്നുള്ളത് മറ്റു കാലങ്ങളിൽ നമുക്ക് പ്രയാസമാണെങ്കിൽ, നോമ്പിനേതായാലും അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കണം. പിന്നെ ആ അത്താഴം കഴിഞ്ഞിട്ടങ്ങ് ഉറങ്ങിയാൽ സുബഹി പോലും ഖളാ ആക്കി കിടന്നുറങ്ങുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. നല്ലോണം ആലോചിച്ചോ. അരുത്. സുബഹി വരെ ഇബാദത്തിൽ അങ്ങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊല്ലത്തെ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദ്റിലെ 1 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടിയെന്ന് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞൂടെ? അല്ലാഹു നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരൂലേ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ശേഷം പറയുന്നു, ജഅലല്ലാഹു സിയാമഹു ഫരീദാ. നിങ്ങൾക്ക് ഈ റമദാൻ മാസത്തിലെ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് രണ്ടാമത് പറയാനുള്ളത്, എല്ലാവരും നോമ്പ് വിൽക്കണം. എല്ലാവരും നോമ്പ് വിൽക്കണം. നോമ്പ് വിൽക്കാത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാകരുത്. അതുണ്ടാവൂല, പറയേണ്ടതില്ല. പഴയ കാലത്തൊക്കെ എനിക്കറിയാം, എൻ്റെയൊക്കെ നാട്ടിൽ ഈ ഒരു കാലഘട്ടം വന്ന റമദാനിൻ്റെ തൊട്ടു മുമ്പിൽ ഈ കള്ള ഹോട്ടലുകൾ ഇങ്ങനെ പൊങ്ങുമായിരുന്നു. റമദാൻ സ്പെഷ്യൽ ഹോട്ടലുകൾ. ഇതാർക്ക് വേണ്ടിയായിരുന്നു? ആ മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനല്ല, മുസ്ലിങ്ങളായ ആജിയമാർക്കും നാട്ടിലെ കാരണവന്മാർക്കും തിന്നാനുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ പറയുന്നത്. അതിനൊക്കെ മാറ്റം വന്നില്ലേ? ഇന്നൊന്നും നാട്ടിൽ ഇത്തരം സംഗതികളൊന്നുമില്ല. എല്ലാവരും നോമ്പ് വെൽക്കുന്നുണ്ട്. എല്ല് മുറിയെ പണിയെടുക്കുന്ന ചെറുപ്പക്കാര് പോലും നോമ്പ് നോറ്റവരാ. പക്ഷേ നോമ്പ് നോറ്റിട്ട് നാക്കിനെ നിയന്ത്രിക്കുന്നില്ല, വയറിനെ നിയന്ത്രിക്കുന്നില്ല. ഇതാ കുഴപ്പം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയറിനെയും ലിംഗത്തെയും ഒക്കെ നിയന്ത്രിക്കുമ്പോഴും നാക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മല്ലം യദഉ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബാ. തോന്നിയാസം പറയലും ചെയ്യലും ഒരാൾ വർജിച്ചിട്ടില്ലെങ്കിൽ അയാൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നതില്, ദാഹിച്ചു വലയുന്നതില്, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതില് അല്ലാഹുവിന് ഒരു താല്പര്യവുമില്ല. സദഖ റസൂലുള്ളാഹി. ഈ സദസ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നില്ല, കാരണം ഇത് പ്രതിജ്ഞ ചെയ്തിട്ട് നടക്കൂല.
എന്നാലും പറയട്ടെ, ഈ റമദാനിൽ ഞാൻ ആരെയും ഗീബത്ത് പറയൂല, ഈ റമദാനിൽ എന്റെ നാക്കുകൊണ്ട് ഞാൻ നമീമത്ത് പറയൂല, ഈ റമദാനിൽ എന്റെ നാക്കുകൊണ്ട് ഞാൻ കളവ് പറയൂല, ഫസാദ് പറയൂല എന്നൊന്ന് തീരുമാനിച്ചു നോക്ക്. അപ്പോഴാണ് ജീവനുള്ള നോമ്പ് വിൽക്കാൻ പറ്റുക. ഞാൻ പറയുന്ന 30 ദിവസം വേണ്ട, ഒരു ദിവസം എങ്ങനെ ഒരു നോമ്പ് വിൽക്കണമെങ്കിൽ ഒന്ന് വിയർക്കും. ഒറ്റ ദിവസം നോക്കാൻ കഴിയൂല. അതിന്റെ മുമ്പ് നമുക്ക് സോക്കട് തുടങ്ങും. പഴയ റമദാൻ അല്ലാത്ത സമയത്ത് ചോറ് തിന്നുമ്പോഴും ചായ കുടിക്കുമ്പോഴും ഒരു ഓഫ് ഉണ്ടാവും. ഗീബത്തിനും നമീമത്തിനും അതും ഉണ്ടാവില്ല റമദാനിൽ. കാരണം ചോറ് കഴിക്കലും ചായ കുടിക്കലും വിഷയമല്ലാത്തതുകൊണ്ട് അന്നേരവും കൂടെ തിന്നു മനുഷ്യന്റെ മാംസം. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? എവിടെന്നാ നന്നാവുന്നത്? ശരിക്ക് ബോധം വേണം, തിന്മയിലേക്ക് അടുക്കരുത്. ഒരു തീരുമാനം എടുക്കുക. ഈ റമദാൻ മാസത്തിൽ ഞാൻ നാവൊന്ന് നിയന്ത്രിക്കട്ടെ. ഒരു തീരുമാനം എടുത്താൽ ഇൻഷാ അല്ലാഹ് നന്നാകാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ നോമ്പ് നോൽക്കുക. നോമ്പ് നോറ്റിട്ട് പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നല്ലതെന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുക. എങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. പിന്നെ വഖിയാമ ലൈലിഹി തതവ്വുഅൻ, നീണ്ട ഹദീസായതുകൊണ്ടാണ് പരമാവധി അതിലെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിച്ച് സംസാരിക്കാൻ വേണ്ടി ആ വേഗം പോകുന്നത്. അത് വിചാരിച്ച് സമയം നീട്ടുകയുമില്ല, ദീർഘിപ്പിക്കുകയുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വഖിയാമ ലൈലിഹി തതവ്വുഅൻ, തറാവീഹിനെ സുന്നത്താക്കുകയും ചെയ്തു. തറാവീഹ് എല്ലാവരും നിസ്കരിക്കണം. നോമ്പ് 30 നോൽക്കുമ്പോഴും തറാവീഹ് 30 കിട്ടാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. തറാവീഹ് ഒഴിവുള്ളപ്പോഴൊക്കെ അങ്ങനെ പോകുക, ചിലപ്പോൾ 8 കഴിഞ്ഞാൽ എണീച്ചു പോരുക, അങ്ങനെയൊന്നും ആവരുത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവിടെ മുതലാണ് തറാവീഹിന് ജമാഅത്ത് തുടങ്ങിയത്. അതിന് മുമ്പ് ജമാഅത്തില്ല. ഈ ജമാഅത്ത് പൊതുജമാഅത്തായിട്ട് തറാവീഹ് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ കാലം വരെ, ഞാൻ ഇന്നലെ കൂടിയ പള്ളിയിലെ ഖതീബ് പറഞ്ഞത് ഇതാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം തൊട്ട് ഇലാ സമാനിനാ ഹാദാ, നമ്മുടെ കാലം വരെ മുസ്ലിം ഉമ്മത്ത് നിരാക്ഷേപം 20 റക്അത്തും തറാവീഹും 3 റക്അത്ത് വിത്റും നിസ്കരിച്ചു വന്നു. ഇതിൽ മുസ്ലിമീങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല. 20 റക്അത്ത് തന്നെ നിസ്കരിക്കണം. മാത്രമല്ല ഇമാമ് പിരിഞ്ഞു പോകാതെ മൗമൂമ് പിരിഞ്ഞു പോകരുത് എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസുണ്ട്. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇടയ്ക്ക് 8ലും 9ലും 10ലും ഒന്നും ചാടും ചെയ്യരുത് ഖതീബ് പറഞ്ഞു. വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇവിടെ നിന്ന് അത് കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. റമദാനിൽ 20 റക്അത്ത് തറാവീഹ് എല്ലാവരും നിസ്കരിക്കുക. അത് 30 ദിവസവും. ഒരു ദിവസം എവിടെ വന്ന് നോമ്പുറ ഉണ്ടായാൽ മുടങ്ങിപ്പോകരുത് എന്നർത്ഥം. തീരുമാനമെടുക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ മാത്രമേ, സുന്നത്ത് നോമ്പുകൾ മാത്രമേ നമ്മളെ രക്ഷിക്കൂ എന്ന് മനസ്സിലാക്കണം. എന്തിനാണ് സുന്നത്തായ ആരാധനകൾ? ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവരൊറ്റ ഹദീസ് പറഞ്ഞിട്ട് ആ വിഷയം ഇവിടെ നിർത്തും. എല്ലാം കുറേശ്ശെ മാത്രം പറയുന്നുള്ളൂ. കാരണം ഞാൻ മൂന്നാമത്തെ കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇന്ന് തീരെ നടക്കാത്തതാണ്, എന്നാൽ നോമ്പിന് നടന്നിരിക്കേണ്ടതാണ്. അത് എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് നടത്താൻ പറ്റുമോ എന്നാണ് എൻ്റെ ഈ 3 ദിവസത്തെ പ്രഭാഷണത്തിലും എൻ്റെ ലക്ഷ്യം അതാണ്. അത് ഇന്ന് എഴുന്നേറ്റ് നിന്ന് ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യേണ്ടി വരും. ഏറ്റെടുക്കണം. പറ്റാവുന്നവർ മാത്രം ഏറ്റെടുത്താലും മതി. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ആ ഒരു സംഗതി ഇപ്പോഴും ഇവിടെ നടക്കുന്നില്ല. റമദാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർളിലുള്ള പോരായ്മയും കുറ്റവും കുറവും നികത്തുന്നത് സുന്നത്ത് കൊണ്ടാണ്. തൊബ്രാനിയുടെ ഒരു ഹദീസിലുണ്ട്. ഫർളിൽ ഒരുപാട് വീഴ്ചകളുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹ് മലക്കുകളോട് പറയത്രേ, അവന് ഉൻദുറൂ ലഹു ഹൽ മിൻ നവാഫ് അൽ ഷൈഉം മിൻ നവാഫിൽ, സുന്നത്തുകൾ വല്ലതും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കവന്. അപ്പൊ ഇവരൊരാ സുന്നത്ത് കുറെ ഉണ്ട് പടച്ചോനെ, നിസ്കരിച്ചിട്ടുണ്ട്, ഫർളിൽ കുഴപ്പമുണ്ട്. എന്നാലേ ഞാൻ നിർബന്ധിക്കാത്തത്, ഞാൻ ആവശ്യപ്പെടാത്തത് കുറെ ചെയ്തിട്ടില്ലേ അവൻ, അതുകൊണ്ട് ആവശ്യപ്പെട്ടതിലുള്ള വീഴ്ച ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു. നിങ്ങൾ അവനെ സ്വർഗത്തേക്ക് വിട്ടാളാണ്. ഇത് വല്ലാത്തൊരവസരം. നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് 1,00,000 രൂപ കടം വാങ്ങി. ആ 1,00,000 രൂപ 9 തവണയായിട്ട് 10,000 നിങ്ങൾ തിരിച്ചടച്ചു. ഇനി 10,000 ബാക്കിയുണ്ട്. 90 തിരിച്ചടച്ചു, ഇനി 10,000 ബാക്കിയുണ്ട്. ഈ 10,000ന്റെ കാര്യം നിങ്ങൾ വിചാരിച്ചത് 10 തവണ ഞാൻ അടച്ചിട്ടുണ്ട് എന്നാ. പക്ഷെ മുതലാളി എപ്പോഴും നിങ്ങളെ കാണുമ്പോഴൊക്കെ വിചാരിക്കും, അന്ന് കുടുങ്ങിയപ്പോൾ ഞാൻ 1,00,000 റുപ്യ ഒരു കാശ് കുറവില്ലാതെ എണ്ണിക്കൊടുത്തതാ. ചങ്ങാതി 90,000 തന്ന് പിന്നെ അങ്ങനെ നമ്മളെ മുമ്പിലൂടെ അങ്ങനെ നടക്കുക, ഒരു വർത്താനവുമില്ല. കൊല്ലം 2 കഴിഞ്ഞു. നിങ്ങൾ ഗൾഫിൽ നിന്ന് തിരിച്ചു ചെന്നു. ആദ്യത്തെ സെല്ലിന് ഈ 90,000ന്റെ ഇടപാടെ അതുവരെ തീർത്തിട്ടുള്ളൂ. വർത്താനമൊക്കെ പറഞ്ഞു പോന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ആചാര് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്.
അവൻ വന്നു എന്ന് കേട്ടപ്പോൾ ഇനി എന്തായാലും അവനോട് ചോദിക്കണം, ഒരു വർത്താനമില്ല, തരാനുള്ള 10,000 ചോദിച്ചു വാങ്ങണം എന്ന് വിചാരിച്ച ആചാരം ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു ചിന്ത, കുടുങ്ങിയ ഒരു ഘട്ടത്തിൽ എന്നെ 1,00,000 രൂപ തന്ന് സഹായിച്ചത് എൻ്റെ ആചാര, ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും എൻ്റെ വക എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകട്ടെ. 50,000 രൂപ വിലയുള്ള ഒരു സാധനം വാങ്ങി നിങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തു. ആചാര്യത്തിന് 50,000 റുപ്യ വില എന്ന് പറഞ്ഞാണ് കൊടുത്തു. ഇത് എന്തിനാന്ന് വെച്ചു, അന്ന് നിങ്ങൾ എനിക്ക് 1,00,000 റുപ്യ തന്നല്ലോ, തീർത്തും പാരിതോഷികമായിട്ട് തീർത്തും നിങ്ങൾ എനിക്ക് കടായിട്ട് തന്നതാണ്, അതിനൊരു പൈസ നിങ്ങൾ പലിശ വാങ്ങിയിട്ടില്ല. പക്ഷെ നിങ്ങളോടുള്ള സന്തോഷം കൊണ്ട് ഞാൻ നിങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്നത് ആചാര്യ സ്വീകരിക്കണം. ആചാര്യ അത് വാങ്ങിവെച്ചു. ഇപ്പോഴും ഇയാൾ എന്തുണ്ട്, 10,000 കൊടുക്കാൻ തന്നെയാണ്. കാരണം ഇത് കൊടുത്തത് ഇത് ഫ്രീ ആണ്. ഇപ്പോഴും ഇടപാടിയാക്കുക 10,000 കട. പക്ഷെ ഇനി ആചാര്യ ഉളുപ്പുണ്ടെങ്കിൽ ഇത് ചോദിക്കുമോ? കാരണം 50,000 ഈ 10,000 കിഴിച്ചാലും ഇയാൾക്ക് 40,000 ലാഭല്ലേ? ഇതേ രൂപത്തിലാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ് നിർബന്ധിച്ച കേസിൽ പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിൽ, അള്ളാഹ് ആവശ്യപ്പെടാത്തത് ധാരാളം അപ്പുറത്തുണ്ടെങ്കിൽ അള്ളാഹു അതങ്ങ് കണ്ണു ചിമ്മും. മാന്യനായ ആചാര്യ കണ്ണുചിമ്മുമെങ്കിൽ അക്രമുൽ അക്രമീനായ റബ്ബ് എന്തായാലും കണ്ണുചിമ്മൂലേ? ഇതാണ് ഹദീസിന്റെ താല്പര്യം. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് തറാവീഹ് നിസ്കാരം വേണം. ഇനി ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ ഹദീസിൽ ഇനിയും വരുന്നു, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ. റമദാനിൽ ഒരു സുന്നത്തായ കാര്യം ഒരാൾ ചെയ്താൽ മറ്റു മാസങ്ങളിൽ ഫർള് ചെയ്ത കൂലിയാ. വമൻ അബ്ദാ ഫരീളതൻ ഫീഹി, റമദാനിൽ ഒരാൾ ഒരു ഫർള് വീട്ടിയാൽ കാന കമൻ അബ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. റമദാൻ അല്ലാത്ത മാസത്തിൽ 70 ഫർള് ചെയ്ത കൂലിയാണ്. ഇവിടെ ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. റമദാനിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന അമല് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. ഖുർആനിന്റെ വാർഷികമാണ് റമദാൻ. പ്രകാശതീരം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജബലുന്നൂറില് അല്ലെ, അന്ന് പ്രകാശമലയിൽ നൂറായ മുഹമ്മദുനിൽ മുസ്തഫ തങ്ങൾക്ക് നൂറായ അള്ളാഹുവിൽ നിന്നിറങ്ങിയ നൂറായ ഖുർആൻ. എല്ലാം നൂറാൻ. അള്ളാഹു നൂറാൻ, ഖുർആൻ നൂറാൻ, നബിതങ്ങൾ നൂറാ, ഇറങ്ങിയ ജബലുന്നൂറും നൂറാ, പ്രകാശമലയാ. ഒന്ന് ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇവിടെയാ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ഖുർആനിന്റെ വാർഷികമായ റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് വേണം. എന്തോന്നറിയില്ല, നോമ്പ് 30 നോൽക്കും, തറാവീഹ് 30 ദിവസവും നിസ്കരിക്കും, ഒക്കെ ചെയ്യും. ഖുർആൻ ഓതുന്ന കാര്യത്തിൽ ഈ ഉമ്മത്ത് നോമ്പിനും നോമ്പല്ലാത്ത കാലത്തും പിന്നില്ല. പഴയ കാലത്തൊക്കെ നോമ്പിനൊന്നും ഉഷാറാകാറുണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. ഖുർആൻ ഓതുക എന്നുള്ളത് നമ്മൾ പിന്നിലാണ്. സത്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ ഓതുന്ന കാര്യത്തിൽ നമ്മൾ പിന്നിലാണ്. പോരാ, ഞാൻ ഇന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞത് ഇതാ, ഈ സദസ്സ് ഏറ്റെടുക്കണം. ഈ റമദാൻ മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയ കണക്കേ പറയുന്നുള്ളൂ. പഴയ കാലത്തൊക്കെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട് ആദ്യം പറയട്ടെ, പഴയ കാലത്തൊക്കെ ഒരു സാധാരണ ഉമ്മ, ഒരു സാധാരണ പെങ്ങള്, വലിയ ഓത്തുകാരൊക്കെ അതിലേറെ ഓതും, സാധാരണ ഒരു ഉമ്മയും പെങ്ങളും പഴയ കാലത്ത് 3 ഖത്മ് തീർക്കുമായിരുന്നു റമദാനിൽ. ഓരോ 10ലും ഓരോ ഖത്മ് തീർക്കുമായിരുന്നു. അതിനെന്താ വേണ്ടത്? ഒരു ദിവസം 3 ജുസ് ഓതണം. ഒരു ദിവസം 3 ജുസ് ഓതിയാൽ 10 ദിവസം കൊണ്ട് ഒരു ഖത്മാകും. നോമ്പ് കഴിയുമ്പോഴേക്കും 3 ഖത്മാകും. 3 ജുസ് ഓതുക എന്ന് പറഞ്ഞാൽ ഉമ്മമാർക്ക് ഭാരമായിട്ട് തോന്നരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് 3 ജുസ് ഓതാൻ എത്ര സമയമാണ് വേണ്ടത്? ഒരു 1.5 മണിക്കൂർ. നല്ല ഓതി തഴങ്ങിയ ആളുകളെ പറ്റിയാണ് ഞാനിത് പറയുന്നത്. ആദ്യമായിട്ട് ഖുർആൻ എടുത്തു നോക്കണോ, ഇനി എനിക്ക് വിളിക്കൊന്നും ചെയ്യരുത്, ഇതൊരു 1/2 മണിക്കൂർ കൊണ്ടൊന്നും കഴിയുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് അങ്ങനെ കിട്ടൂല. ഓതി തഴങ്ങി ഖുർആനിന്റെ വചനങ്ങൾ നാക്കിന് വഴങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് ഒരു ഖത്മ് തീർക്കുക. പാരായണ രീതി, ശാസ്ത്ര നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഓതാം. ഹെദറായിട്ട് കുറച്ച് സ്പീഡിൽ ഓതിയാൽ, ഹെദറായിട്ടൊരു ഓത്തുണ്ടല്ലോ, അങ്ങനെ ഓതുകയാണെങ്കിൽ അതാണ് ഏറ്റവും കേൾക്കാൻ നല്ല ആനന്ദമുള്ള ഒരു ഓത്താണിത്.
നിയമങ്ങൾ പാലിച്ച് കുറച്ച് സ്പീഡിൽ ഇങ്ങനെ ഓതുക. അറബികളൊക്കെ സാധാരണ ഖുർആൻ ഓതാറുള്ളത് ആ ശൈലി നമസ്കാരത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അരമണിക്കൂർ 1.5 മണിക്കൂർ സമയം, 24 മണിക്കൂർ ഉണ്ടാകുമ്പോൾ 1.5 മണിക്കൂർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ, വചനത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ. ഒരു മഹാൻ പറഞ്ഞത്, കഅബുനിൽ ഖുറദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ അല്ലാഹ് നിന്നോട് സംസാരിക്കുന്നതിന് തുല്യാണ്. കേൾക്കുക, ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാന്റെ കലാമല്ലേ. അപ്പൊ ഈ ഓതുന്നത് നിന്റെ കാതുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ കല്ലമല്ലാഹു മൂസാ തക്ലീമ എന്ന് പറഞ്ഞ ബഹുമാനാ കിട്ടുന്നത്. അല്ലാഹ് നിന്നോട് സംസാരിച്ച ഒരു പ്രതീതിയാ നിനക്കുണ്ടാവുക. എന്തേ നമ്മൾ ഇതിൽ നിന്ന് അകന്നുപോയത്? ഖുർആൻ ഓതണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഒരു ദിവസം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുർആൻ ഓതുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു. എല്ലാ 30 ദിവസങ്ങളിലും ഖുർആൻ ഓതണം. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്നി അജിദു ഖുവതൻ യാ റസൂലല്ലാഹ്, നബിയെ അതിലേറെ ഓതാൻ എനിക്ക് കഴിയും. നബി പറഞ്ഞു, എന്നാ ഫീ കുല്ലി 20, എല്ലാ 20 ദിവസത്തിലും ഒരു ഖത്മാവട്ടെ. അവിടുന്ന് പറഞ്ഞു, ബൽ അജിദു ഖുവതൻ യാ റസൂലല്ലാഹ്, അതിലേറെ ഓതാൻ എനിക്ക് കഴിയും നബിയെ. നബി പറഞ്ഞു, എന്നാ എല്ലാ 7 ദിവസത്തിലും ഒരു ഖത്മ ഓദിക്കോ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, എന്തൊരു പ്രചോദന റസൂലുള്ള കൊടുക്കുന്നത്. ഒരക്ഷരോദിയ 10 കൂലിയാ. ഒരക്ഷരോദിയ 10 കൂലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ സഹാബികളോടും അവരവരുടെ ഹോബികൾ ചോദിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന സഹാബി പറഞ്ഞത്, നബിയെ, എന്റെ ജീവിതത്തിലെ 3 ഹോബികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്താണെന്നറിയോ തങ്ങളെ? തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതലാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നഫീസത്തുൽ മിസ്രിയയുടെ വയൽ ഇങ്ങനെ കേൾക്കും, പറയും ഇല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. നഫീസ ബീവി, നഫീസത്തുൽ മിസ്രിയ സ്വന്തം കയ്യുകൊണ്ട് ഖബർ കുത്തി, ആ ഖബറിൽ കിടന്നിട്ട് 7000 ഖത്മ തീർത്തു. 7000 ഖത്മ. 7000 വേണ്ട പെങ്ങളെ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മാനോടും പെങ്ങളോടും പറയാ, 7000 വേണ്ട, ഒരു 700 ഖത്മ. ഒരു 0 കുറച്ചാളാ. 700 ഖത്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഒരു 0 കൂടെ തട്ടിക്കോ. 70 ഖത്മ. 75 വയസ്സായ ഉമ്മാമയുടെ അക്കൗണ്ടിൽ ഉണ്ടോ? കഴിഞ്ഞില്ല. എല്ലാ 0 മാറ്റിക്കോ. കുറ്റം തീർന്ന ഒരു 7 ഖത്മ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വെക്കാൻ. അത് പലരും ഈ സദസ്സിൽ ഉള്ളവരായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇല്ലാത്തവരുടെ അഞ്ചത്ത് കൈവച്ചോർക്കണം. പഠിച്ചോനെ, ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് റമളാനുകൾ തന്നെ 10-30 എനിക്ക് കിട്ടിയിട്ട് ഇന്നുവരെ എന്റെ ജീവിതത്തിൽ അതാ എനിക്കൊരു 7 ഖത്മ പോലും വെക്കാനാകുന്നില്ലെങ്കിൽ ഞാൻ എത്ര മോശക്കാരനാ. പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്കിത് പറയാം, നിങ്ങളോട് പറയാൻ സുഖമാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് എത്ര ഖത്മുകളുണ്ടെന്ന ചിന്ത വേണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ റമളാൻ മാസത്തിൽ അല്ലാഹുവിലേക്കൊന്ന് അടുക്കാൻ, വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരിക, വിശുദ്ധ ഖുർആൻ ഓതാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തീരുമാനിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു അവസാന കാലത്താണ് മുസ്ലിമായത്. വയസ്സാം കാലത്ത് എന്ന് പറയാം. അങ്ങനെ ഇക്രിമ റളിയല്ലാഹു അൻഹു ഖുർആനുമായിട്ട് അങ്ങോട്ട് ചങ്ങാത്തം കൂടി. ഭയങ്കര ഓത്ത, എപ്പോഴും ഓതും, നിരന്തരമായിട്ട് ഓതി തന്നെ. ഓതി ഇതിങ്ങനെ കണ്ടപ്പം കൂട്ടുകാരൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഖുർആനുമായിട്ട് ഇത്ര കെട്ടിപ്പിടിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ അവസാന കാലത്ത് ഇസ്ലാമിലേക്ക് വന്നത്. നിങ്ങളൊക്കെ നല്ല കാലം ശരിക്കും മുതലാക്കിയവരാ. ഇനി നിങ്ങളോടൊപ്പം എന്റെ ഈ ശിഷ്ടം ജീവിതത്തിലെ ഹ്രസ്വമായ കാലയളവിൽ നിങ്ങളോടൊപ്പം എത്താൻ എനിക്ക് മത്സരിക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിന്റെ കലാമിനോടൊപ്പമുള്ള ചങ്ങാത്തം കൊണ്ടല്ലാതെ സാധ്യമല്ല. ഇക്രിമ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓദിക്കോ, ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തമാശ പറഞ്ഞതല്ല, എന്റെ ഹോബി ഖുർആൻ ഓതലാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ കുത്തിയിട്ട് ഷഹീദാകുന്നത്. അല്ലെ? അപ്പോഴും ഖുർആൻ ഓതുകയാണ്. വയറ്റത്തങ്ങോട്ട് കുത്തിയിട്ട് വയറ്റിൽ നിന്ന് രക്തം അങ്ങോട്ട് പമ്പ് ചെയ്തിട്ട് ഖുർആനിലേക്ക് തെറിച്ചു. ഉടനെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഖുർആനിൽ നജസായിട്ടുണ്ട്, അത് വൃത്തിയാക്ക്.
ഖുർആനിൽ നജസ് പുരട്ടൽ ഹറാമാണ്, വേഗം അത് വൃത്തിയാക്കി അത് കണ്ടിട്ട് വേണം മരിക്കാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എവിടെയാ നമ്മളുള്ളത്? ഇക്രിമ റളിയല്ലാഹുവിന് ക്ഷീണം വരുമ്പോൾ ഖുർആൻ അടച്ചു വെച്ച് ഒന്ന് വിശ്രമിക്കും. ആ ക്ഷീണം തീർന്നാൽ വീണ്ടും എഴുന്നേറ്റിട്ട് വുദു എടുത്ത് ഖുർആൻ ഓതും. നമ്മളെവിടെയുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, 7 ഖത്മ് പോലും പറയാൻ പറ്റാത്തവർ. എന്തിനധികം ഞാനൊരു സദസ്സിൽ നിന്ന് പേടിച്ചാ പറഞ്ഞത്. സ്ഥിരമായിട്ട് ഞാൻ നടത്തുന്ന ഖുർആൻ സദസ്സ്, ആ സദസ്സിൽ നിന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു ഖത്മ് പോലും ഞാൻ ഓതിയിട്ടില്ലെന്ന് പറയേണ്ട ദുര്യോഗമുള്ളവൻ ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടായേക്കാം. ഉണ്ടെങ്കിൽ അവൻ ആലോചിക്കണം അവന്റെ കാര്യം എത്ര അപകടകരാണ്. ഞാൻ പറഞ്ഞു, ഒരു സഹോദരൻ, ഞാൻ പേടിച്ച് പറഞ്ഞ, കാരണം അങ്ങനെ ഒരാളുണ്ടാവില്ലല്ലോ ഒരു ഖത്മ് പോലും ജീവിതത്തിൽ തീരാത്ത. ഞാൻ പ്രസംഗം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ എന്തിനാ പേടിക്കണം, എന്നെ പോലത്തെ ആളുകൾ ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ ഓതിയിട്ടില്ല, ഇന്ന് വരെ ഓതിയിട്ടില്ല ഒരു ഖത്മ്. ഇതിത്ര പേടിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ല. എന്നെ പോലത്തെ കുറെ ആളുകളുണ്ട് ജീവിതത്തിൽ ഒരു ഖത്മ് പോലും ധൈര്യമായിട്ട് പറയാൻ പറ്റാത്തവർ. അതിന്റെ അർത്ഥം ഞാൻ ഖുർആൻ ഓതാത്ത ആളൊന്നുമല്ല. ഖുർആനൊക്കെ ഞാൻ ഓതലുണ്ട്, പക്ഷെ അടയാളം വെച്ച് കൃത്യമായിട്ട് അലിഫ്ലാമീം തൊട്ടിട്ട് ഫാത്തിഹ തൊട്ടിട്ട് സൂറത്തുന്നാസ് വരെ ഖത്മ് തീർത്ത് ഓതുന്ന ഒരു പരിപാടി എനിക്കില്ല. ഞാൻ പലപ്പോഴും വിചാരിക്കും, ഇത്തവണ ഒരു ഖത്മ് തീർക്കണം വിചാരിച്ചിട്ട് അൽബക്കറ അങ്ങോട്ട് തുടങ്ങുന്നതാണ്. ഇയാളിനോട് പറഞ്ഞതാ. ഇങ്ങോട്ട് അൽബക്കറ ഇങ്ങനെ തുടങ്ങി കുറച്ചെത്തുമ്പോൾ അത് ഇട്ടുകൊണ്ട് വീഴും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങും അൽബക്കറ, അത് പിന്നെയും ഇട്ടുകൊണ്ട്. ഇപ്പൊ ഏകദേശം അൽബക്കറ പകുതി കാണാപ്പാടാണ് കാരണം ഓതി. പക്ഷേ ഇന്നും ഒരു ഖത്മ് തീർന്നു. പക്ഷെ ഇന്നത്തെ സദസ്സിൽ എനിക്കൊരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ട്. നാളെ മുതൽ ഞാൻ തുടങ്ങാൻ പോവാണ്, ബിസ്മില്ലാ, ഞാൻ നാളെ മുതൽ ഓതുന്നു പറഞ്ഞു. ഈ സദസ്സിലിരിക്കുന്ന ആർക്കോ ഇങ്ങനെ ഒന്ന് പറയാൻ ഉള്ള ഒരവസ്ഥ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും നെഞ്ചത്ത് കൈവച്ചോർക്ക്, പടച്ചോനെ നീ എന്താ എന്നെ കൊണ്ട് കണ്ടത് എന്നൊന്ന് ഒറ്റക്കൊന്ന് ആലോചിച്ച് നോക്ക്. പടച്ചോൻ നമ്മളെ കൊണ്ട് എന്താ കണ്ടത് എന്ന് പടച്ചോനോടൊന്ന് ചോദിച്ചു നോക്കണം. എന്നെ നന്നാക്കി തരൂലേ പടച്ചോനെ ചെയ്യുന്നൊന്ന് ചോദിച്ചു നോക്കണം. റമദാനിൽ കരഞ്ഞു പറയണം. അതുകൊണ്ട് നഷ്ടം നികത്താൻ ഈ റമദാനിൽ പെണ്ണുങ്ങൾ 3 ഖത്മ് ഓതണം. ആണുങ്ങൾ ജീവിത തിരക്കിനിടയിൽ ഞാൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ, ഒരു ഖത്മ് ഈ റമദാനിൽ ഓതെന്ന് തീരുമാനിക്കണം. അപ്പോഴല്ലേ ഈ 3 ദിവസത്തെ പ്രഭാഷണത്തിന് അർത്ഥമുള്ളൂ. അത് ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ഞങ്ങളത് ഏറ്റെടുത്തു എന്ന് പറയണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ഖത്മ് ഓതാൻ വേണ്ടത് അരമണിക്കൂർ. എന്നും 5 ജുസ് നിസ്കാരത്തിന്റെ 5 വഖത്തിന്റെയും ശേഷം 2 പേജ് ഓതിയാൽ 1 ജുസ് ആകും. ഓരോ ദിവസവും 1 ജുസ് ആകാൻ ഒരു പ്രയാസമില്ല. എന്തായാലും ഒരു കാര്യം, റമദാൻ മാസത്തിൽ ഒരു ഖത്മ് ഓതാൻ അതിന് ഈ സദസ്സിന് എല്ലാവർക്കും സമ്മതല്ലേ? തീരുമാനിച്ചൂടെ? ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി. വിശുദ്ധ ഖുർആനിനെ മുൻനിർത്തിയിട്ട് സൂറത്തു സൽസല, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് ഞാനിങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തത് എന്ന് മറന്നു പോകണ്ട. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിയുമെന്ന് ഉറപ്പുള്ളവർ, വല്ല സംശയവും തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട. കാരണം എന്താ? ഖുല്ലാ തുഖ്സിമു തഅതും മഅറൂഫ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സൂറത്തുൻ നൂർ. അല്ലാഹ് പറഞ്ഞു, നബിയെ തങ്ങൾ ഉമ്മത്തിനോട് പറയണം, ലാ തുഖ്സിമു, നിങ്ങൾ പ്രതിജ്ഞ എടുക്കണ്ട. പ്രതിജ്ഞ എടുത്തിട്ട് അതുകൊണ്ട് മാത്രം കാര്യമല്ല, തഅതും മഅറൂഫ, പ്രതിജ്ഞ ചെയ്യുന്നതിലല്ല കാര്യം, വ്യക്തമായ അനുസരണമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. പ്രതിജ്ഞ ചൊല്ലുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ നന്നാവുകയാണെങ്കിൽ നമ്മൾ ഓതുന്ന വജ്ജത്തുവിൻ്റെ അർത്ഥം അറിയാൻ നമുക്ക്. അതെങ്ങാനും ഒരു മനുഷ്യനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശല്ലേ ഈ വജ്ജത്വമൊക്കെ. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ പറയണേ, എൻ്റെ അനക്കം, എൻ്റെ അടക്കം, എൻ്റെ ജീവിതം, എൻ്റെ മരണം, ഞാൻ അനങ്ങുന്നതും അടങ്ങുന്നതും നിന്റെ പൊരുത്തത്തിൽ മാത്രം റബ്ബേ. കയ്യും കെട്ടി ഇന്ന് റബ്ബിനോട് പറയാം. അപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ ആലോചിക്കുന്നത് എന്താ? അത്തയ്യാത്ത് കഴിഞ്ഞ് കിട്ടുമ്പോഴേക്ക് എപ്പിസോഡ് തുടങ്ങുമെന്നുള്ള ബേജാറാ അല്ലേ? ഇത് ഓതുമ്പോഴും നിസ്കാരം കഴിയുമ്പോഴേക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമെന്നുള്ള ബേജാറിലാണ് പെണ്ണ് നിസ്കരിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ട് വേണം ചെറുത്താമ്പെട്ടിയുടെ മുമ്പിലിരിക്കാൻ. ഞാൻ പറയുന്നു, നമുക്ക് ഖുർആനോത്ത് നഷ്ടപ്പെടുത്തിയത് ഈ ഒരൊറ്റപ്പെട്ടിയാണ്. പറഞ്ഞുതരാം, ഈ ഒരൊറ്റപ്പെട്ടിയ. അതിൻ്റെ മുമ്പ് ഈ സദസ്സിൽ നിന്ന് സുന്നി ജമാഅത്ത് നടത്തുന്ന ഈ പരിപാടി, 3 ദിവസത്തെ ഈ പരിപാടി മുതലാകാൻ ഇത് മാത്രം മതി.
ധൈര്യമാണ്. ഈ റമദാനിൽ ഞാൻ ഒരു ഖത്മോതും, അതിന് ഞാൻ സമയം കാണും എന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രം, സംശയമുള്ളവർ എഴുന്നേൽക്കരുത്. ആ ഉറപ്പുള്ളവർ ഇത് പ്രതിജ്ഞ ചെയ്യാണ്, സമയം കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആയുസ്സുണ്ടെങ്കിൽ ഞാനത് ഓതുമെന്ന് നേർച്ചയാക്കി ഓതാൻ തയ്യാറുള്ളവർ മാത്രം എഴുന്നേറ്റ് നിന്ന് ഒരു ബിസ്മി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഏറ്റു ചൊല്ലണം. ആ ബിസ്മിയിലൂടെ നമുക്ക് അത് ഒരു പ്രതിജ്ഞയായി ഏറ്റെടുത്തിട്ട് നമുക്ക് ഈ റമദാനിൽ ഒരു ഖത്മ് നമുക്ക് തീർക്കാൻ പറ്റണം. എല്ലാവർക്കും അത് എല്ലാവരെ കൊണ്ടും കൂടി ഓദിക്കാനാണ്, അല്ലാതെ ഖത്മ് ഇവിടെ 8ഉം 10ഉം തീർക്കുന്നവർ ഈ സദസ്സിൽ ധാരാളം ഉണ്ടാവും. പക്ഷേ ഞാൻ തീരെ ഖുർആൻ തൊടാത്തവരൊന്ന് തൊടിയിക്കാനുള്ള മാർഗം മാത്രം അത്. അപ്പം അതുകൊണ്ട് ഉറപ്പുള്ള ആളുകൾ മാത്രം ഒന്ന് എഴുന്നേൽക്കുക. ഇത് ഓതാൻ പറ്റും, അല്ലാത്തവർ എഴുന്നേൽക്കണ്ട. ഞാൻ പറയും നിങ്ങൾക്കൊരു കുറവ് അതിൽ വരില്ല. ഉറപ്പുള്ള ആളുകൾ മാത്രം, എല്ലാ ആളുകളും ഒന്ന് ബിസ്മി ഉറക്കെ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. ഇരിക്കെ. ഇത് നിങ്ങൾ വളരെ ഗൗരവത്തിൽ ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളെത്ര ഭാഗ്യവാന്മാരാ. ഞാനിപ്പോ ഈ സദസ്സിൽ നിന്ന് എനിക്കൊരു ഉറപ്പുണ്ട്, സദസ്സിൽ ആരോ ഉണ്ടോ എന്നറിയില്ല കേട്ടോ, ഖുർആൻ ഓതാൻ അറിയാത്തവർ. എനിക്ക് എൻ്റെ ഒരു നിഗമനം വെച്ച് ഞാൻ പറയാം, ഈ സദസ്സിൽ എനിക്ക് തോന്നിയ ഒരാളെ ഞാനിങ്ങ് വിളിക്കുകയാണ്. ആ 10ാമത്തെ ലൈനിൽ 4ാമത്തെ ആളിങ്ങ് വരൂ എന്ന് പറഞ്ഞു. ഖുർആൻ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. ഞാൻ കിട്ടിയ ഭാഗം അങ്ങ് മറിച്ചു. സൂറത്തുൻ നബ ആണ്. ഞാൻ അങ്ങോട്ട് കൈ കൊടുത്തിട്ട് ഓതിയാന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് ഓതും. എനിക്ക് ഉറപ്പുണ്ട് ഓതും. ഇതെന്തുകൊണ്ട് കിട്ടിയ നേട്ടാ സഹോദര? നമ്മുടെ മുൻഗാമികൾ നേരത്തെ ആലോചിച്ചു മദ്രസ സംവിധാനത്തെക്കുറിച്ച്. അതുകൊണ്ട് കിട്ടിയ നേട്ടാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയട്ടെ, ഞാൻ ഇങ്ങ് വരുന്നതിന്റെ 1.5 ആഴ്ച മുമ്പ്, 1.5 ആഴ്ചക്കാലം മുമ്പ് എൻ്റെ അടുത്ത് ആന്ധ്രയിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കൾ വന്നു. ഇവര് എൻ്റെ തൊട്ടടുത്താണ് വെളയിൽ എന്ന പ്രദേശം. ആ വെളയിലുള്ള ആന്ധ്രയിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, അവിടെ മരുന്നും കച്ചവടമൊക്കെ നടത്തുന്ന ഒരാളുണ്ട്. അയാളുടെ കൂടെ വന്നതാ. അവരെ നാട്ടിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വരുന്നു എന്ന് കേട്ടപ്പോൾ ഇയാളിലൂടെ ഉസ്താദിനെ അവർ കേട്ടിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി വന്നതാ. പക്ഷെ ഉസ്താദിന്റെ ശ്രദ്ധയിൽ അത് പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം എങ്ങനെ ഒരു ടീം അവിടെ വന്ന വിവരം ഉസ്താദ് അറിയില്ല. ഉസ്താദ് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് വേഗം പോയി. ഞാൻ ഏതായാലും ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആദ്യം ആന്ധ്രയിൽ പോയി രംഗമൊന്ന് കാണണം നേരിട്ട് കണ്ണുകൊണ്ട് എന്ന് കരുതി നിൽക്കുകയാണ്. അവര് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ശരിക്കും മനസ്സുകൊണ്ട് ആലോചിച്ചത്, കേരളത്തിൽ ജീവിക്കുന്ന നമ്മളിത്ര സന്തോഷവാന്മാരാ, നമ്മളിത്ര സന്തുഷ്ടരാ. എല്ലാവർക്കും ഖുർആൻ ഓതാൻ അറിയും. ഇയാൾ എന്നോട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു 8-10 പേരുണ്ട്. അതിൽ 36 വയസ്സ്, 40 വയസ്സ്, 42 വയസ്സ് ഓരോരുത്തരുടെ പ്രായം. അതിലൊരാളോട് ഞാൻ പേര് ചോദിച്ചു, ഗുലാം അഹമ്മദ് നബി. നല്ല നല്ല പേരുകളാ. അയാളോട് കാര്യങ്ങൾ ഇയാൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചു ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ സത്യം പറയാം, ഈ മനുഷ്യന് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് കിട്ടൂല എന്ന് ഞാൻ പറയുന്നില്ല. ഫാത്തിഹ സൂറത്ത് ഇവൻ ഓതും. വേറെ ഒരു ചുക്കും നിസ്കാരത്തിൽ ചൊല്ലാനുള്ള ഒരു ദിക്റും ഇവൻ അറിയില്ല. ഞാനാ പറയുന്നു. ഉസ്താദ് ചോദിച്ചു നോക്കുക, ഫാത്തിഹ സൂറത്ത് തന്നെ വലസ്സാലീന്നേ ഓതുള്ളൂ, വലദ്ദാലീന്ന് മൊഴിയാൻ അവനെ കൊണ്ട് കഴിയൂല. ഓദിച്ചു നോക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഫാത്തിഹ നിങ്ങൾ തുടങ്ങിയാൽ ഞാൻ അങ്ങനെ പൂർത്തീകരിക്കും, പക്ഷെ ഫാത്തിഹ എഴുതി തന്നിട്ട് ഇത് വായിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ പറഞ്ഞു. ഫാത്തിഹ എഴുതി തന്നിട്ട് ഇതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാണാപ്പാഠം പഠിച്ചു വെച്ചതാ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മയ്യത്ത് നിസ്കരിക്കാൻ അറിയോ എന്ന് ചോദിച്ചു. കാരണം ഇത് ആർക്കും അറിയാത്തൊരു കേസായിരിക്കും, പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടൂലല്ലോ. അപ്പം അയാൾ പറഞ്ഞു, ഓ മയ്യത്ത് ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്. എങ്ങനെയാ മയ്യത്ത് നിസ്കരിക്കാന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, അവർ പടുത്ത് ഞാൻ അങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസവും എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് എടുത്ത വഴിക്ക് പറഞ്ഞു, മയ്യത്ത് കി നമാസ് ഹം 4 തക്ബീറാത്ത് സേ പഠിത്തേ ഹൈ, 4 തക്ബീറുകളെ കൊണ്ട് ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന്റെ ഇടയിൽ എന്തൊക്കെയാ ചൊല്ലുക ദിക്ർ? ഇടയിൽ എന്താ ദിക്ർ ഇല്ല? അപ്പം എന്നോട് പറഞ്ഞു, ഇടയിൽ ദിക്ർ എന്താ ചൊല്ലുക ചോദിച്ചപ്പോൾ ഇമാം സാഹിബ് പടയുക എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ചെല്ലൂല, ഇമാം സാഹിബ് ചൊല്ലിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇമാം സാഹിബ് ചെല്ലിയാൽ മതി? ഏതായാലും ഹനഫി മദ്ഹബിൽ അങ്ങനെ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു രക്ഷപ്പെട്ടു. ഹനഫി മദ്ഹബിൽ ഇമാം ചെല്ലിയാൽ മതി, അമ്മൂമ്മ ചെല്ലിക്കൊള്ളുന്നില്ല, 4 നിസ്കാരം സഹിയാവും. അത്രേ ഉള്ളൂ. സുന്നത്തും അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്,
ഒറ്റക്കൊന്ന് മയ്യത്ത് നിസ്കരിക്കേണ്ട എന്നാ അവർ കുടുങ്ങി. ഒന്നും അറിയില്ല. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കാൻ ഉസ്താദേ ഏക്ക് വസ്സാലായേക എന്നാ പറഞ്ഞത്. ഒരു വസ്സാല് വരും. ഞാൻ ചോദിച്ചു, ഏതാ ഈ വസ്സാല്? കുളിപ്പിക്കുന്ന ആൾക്കാണ് ഇയാൾ ഇവർ വസ്സാൽ എന്ന് പറയുന്നത്, കുളിപ്പിക്കാൻ ഒരാൾ. അപ്പം ഞാൻ ചോദിച്ചു, അദ്ദേഹം നിങ്ങളുടെ നാട്ടിലുള്ള ആളാണ്? നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവും ഒരു 8-10 ആൾ ഇതിന് പറ്റിയൂല. നിങ്ങളുടെ നാട്ടുകാരനാണോ ചോദിച്ചു. 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു വസ്സാൽ ഉണ്ടാവുന്നതാണ്. മൂപ്പര് വേറെ ഒരു പണിയില്ല, മൂപ്പർക്ക് മയ്യത്ത് കുളിപ്പിക്കലാ പണി. മൂപ്പർക്ക് മയ്യത്ത് കുളിപ്പിക്കൽ മാത്രമാണ് പണി. അതുകൊണ്ട് കിട്ടുന്നത് കൊണ്ട് അയാൾ ജീവിതം കഴിയുന്നത്. ഇയാളില്ലെങ്കിലോ ഞങ്ങൾക്ക് കുളിപ്പിക്കാൻ അറിയില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിൽ ജീവിച്ചു എന്നതുകൊണ്ട്, മദ്രസ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മുടെ പഴയ ആലിമ്യങ്ങൾ ചിന്തിച്ചു എന്നതുകൊണ്ട്, അന്ന് ചുറ്റും മാലയൊക്കെ പൊട്ടിച്ചിട്ട് അന്ന് മദ്രസ പ്രസ്ഥാന നിർമ്മാണത്തിലേക്ക് സംഭാവന ചെയ്ത നമ്മുടെ വല്യമ്മമാർ, അവർക്കൊക്കെ ദ്വാരക്കണ്ടേ? നമ്മൾ എല്ലാവർക്കും ഖുർആൻ ഓതാൻ അറിയാം. എന്നിട്ട് ആ സഹോദരൻ പൊട്ടിക്കരഞ്ഞു പറയുന്നു, ഉസ്താദേ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയുമായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷായിരുന്നു. ഗുരുജി ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അസൂയാണ്. ഗുരുജി എന്ന് പറഞ്ഞാൽ ഈ മരുന്നും കച്ചവടക്കാരനെ പറ്റിയാ. ഈ മരുന്നും കച്ചവടക്കാരൻ ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ കേട്ടില്ലേ നിങ്ങൾ തമാശ, ഞാൻ ആരുമല്ല, ഞാൻ ഗുരുജി ആയത് എനിക്ക് ഖുർആൻ ഓതാൻ അറിയുന്നത് കൊണ്ടാ. ഇവരെന്നെ ഗുരുജി എന്നാ വിളിക്കുക. എന്നെ ഇങ്ങനെ വിളിക്കാൻ കാരണം എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം. ഈ ഒരൊറ്റ കാരണം കൊണ്ടാ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഖുർആൻ ഓതാൻ അറിഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആനുമായി ഈ ഉമ്മത്തിനൊരു ബന്ധവുമില്ല. അരുത്. റമദാൻ മാസത്തിൽ തുടങ്ങി റമദാനേതര മാസങ്ങളിൽ തുടരണം ഖുർആനോത്ത്. തുടരണം, തുടർന്നോദണം റമദാൻ കഴിഞ്ഞിട്ട്. അത് ഞാൻ പറയാണ്, 40 ദിവസത്തിലൊരു ഖത്മ്. അങ്ങനെ ഒരു ചാൻസ് റസൂലുള്ളാഹി തങ്ങൾ ഒരു സഹാബിയുടെ കാര്യത്തിൽ അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 40 ദിവസം കൊണ്ടൊരു ഖത്മ് തീർത്താൽ മതി. അത് നമുക്ക് സ്വീകരിക്കാം. എന്നാൽ ഒരു ദിവസം ഒരു ജുസ് ഓതണം. അത് തുടരാൻ പറ്റും. അതിന് നല്ല ഇച്ഛാശക്തിയുള്ളവർക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. റമദാനിൽ ഞാൻ നേരത്തെ പറഞ്ഞ അത് പ്രതിജ്ഞയാണ്, അത് ചെയ്തിരിക്കണം. ഇനി റമദാൻ അല്ലാത്ത മാസത്തിൽ മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാൻ കഴിയുന്നവർ പ്രതിജ്ഞ ചെയ്യ്. എന്ത്? ഒരു പേജ് ഖുർആൻ, കൂടുതൽ വേണ്ട. ഒരു ദിവസം ഒരു പേജ്. എന്നാ ഒരു കൊല്ലത്തിലൊന്നും ഉണ്ടാവില്ലേ? നമുക്ക് നാളെ വേണ്ടേ? നമ്മളെ അക്കൗണ്ടിൽ എന്തെങ്കിലും വേണ്ടേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖുർആനോദാത്ത ഒരു ദിനം കടന്നുപോയാൽ അതിന്റെ കരിദിനമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടർന്ന് പറഞ്ഞു, റമദാൻ മാസം ശഹ്റുസ് സബ്രി, ക്ഷമയുടെ മാസമാണ്. ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ക്ഷമിച്ച് കഴിയുന്ന മാസം. അതിലെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രത്യേകം പറയേണ്ടതില്ല. പിന്നെ നബി തങ്ങൾ ഇങ്ങനെ എണ്ണി, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലം സ്വർഗമാണ്. നാലാമത് റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്നു വശഹുറുൽ മുവാസാത്ത്. നീണ്ട ഹദീസ്, ബാക്കി ഭാഗം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. വശഹുറുൽ മുവാസാ, അതേ സാന്ത്വനത്തിന്റെ മാസമാണ് റമദാൻ. സാന്ത്വനത്തിന്റെ മാസമാണ് റമദാൻ. മുവാസാത്ത് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? സാന്ത്വനം നൽകുക, സമാധാനിപ്പിക്കുക. സമാധാനിപ്പിക്കേണ്ട മാസമാണ് റമദാൻ. പാവപ്പെട്ടവനെ സഹായിക്കേണ്ട മാസമാണ് റമദാനിൽ. റിലീഫ് പ്രവർത്തനങ്ങള് അല്ലെ സുന്നി ജമാഅത്ത് നടത്താറുണ്ടാവും. റമദാനിൽ റിലീഫ് പ്രവർത്തനങ്ങളുടെ മാസമാണ്. സാന്ത്വനത്തിന്റെ മാസമാണ് റമദാൻ. നാട്ടിൽ SYS സാന്ത്വനം പരിപാടി പ്രഖ്യാപിക്കുന്നു റമദാനിൽ പ്രത്യേകിച്ച്. ഞാൻ പറയുന്നു, നിങ്ങളുടെ സഹായം എത്താറുണ്ട്. കഴിഞ്ഞ കൊല്ലം ധാരാളം മദ്രസ ഉസ്താദുമാർക്ക് മാത്രം നോക്കിയിട്ട് കിറ്റുകൾ വിതരണം ചെയ്തു. ബഹ്റൈനിൽ നിന്ന് നല്ലൊരു ഭാഗം വന്നിട്ടുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ല പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ നിന്നാണ് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതെന്നാ എന്റെ ഓർമ്മ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാന്ത്വനത്തിന്റെ മാസമാണ് റമദാൻ. റമദാനിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ ചിന്തിക്കുക, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, അവരുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു സംഭവം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇബ്രാഹിം ഇബ്നു ബശാർ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ ശിഷ്യനാ, കൂട്ടുകാരനാ, ഒപ്പം ഇങ്ങനെ നടന്നിട്ട് ആത്മീയ വഴിയിലുള്ള ശിഷ്യനാ. ഇബ്രാഹിം ഇബ്നു ബശാറിന്റെ, ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ കൂടെ ഞങ്ങൾ കൂട്ടുകാർ. ഈ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇബ്രാഹിം ഇബ്നു
ബഷാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒരു ദിവസം നോമ്പ് കാലത്ത് റമദാനാണെങ്കിൽ റമദാനാവാം, വേറെ സമയമാവാം, എപ്പോഴും ആകാം, ഞങ്ങൾക്ക് നോമ്പുണ്ട്, നോമ്പ് തുറക്കാൻ കയ്യിലൊന്നുമില്ല, ഒരു മാർഗവുമില്ല നോമ്പ് തുറക്കാൻ. അപ്പോൾ അതേ ചൊല്ലി എനിക്കിങ്ങനെ ടെൻഷൻ തുടങ്ങി. നോമ്പ് തുറക്കാനായപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല. ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ തരും. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന എന്ത് രാജാവായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം. അതൊക്കെ ഒഴിവാക്കിയിട്ട് ആധ്യാത്മിക വഴിയിലേക്ക് പ്രവേശിച്ച ആളാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആരാധനപ്പുരയിലേക്ക് ആരും അന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്താ ഭക്ഷണം കഴിക്കാൻ കാണിക്കാന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ മുഖത്ത് നിന്ന് എന്റെ മനസ്സിന്റെ വേദന എന്റെ ഗുരു വായിച്ചു, ഇബ്രാഹിം ഇബ്നു അദ്ഹം. എന്നിട്ട് എന്നോട് ചോദിച്ചു, യാ ഇബ്രാഹിം ഇബ്നു ബഷാർ, ഇബ്രാഹിം ഇബ്നു ബഷാറേ, മാദാ അൻഅമല്ലാഹു അലൽ ഫുഖറാഇ വൽ മസാകീൻ മിനൻ നിഅമി വറാഹത്തി ഫിദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹു പാവപ്പെട്ട മനുഷ്യർക്ക് എന്തു വലിയ അനുഗ്രഹമാണ് നൽകിയത് ഇബ്രാഹിമേ, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ. നമ്മൾ സക്കാത്തിന്റെ കണക്ക് പറയണ്ട. ലാ യസ്അലുഹും റബ്ബുഹും യൗമൽ ഖിയാമത്തി അൻ സകാത്തിൻ വലാ ഹജ്ജിൻ വലാ സദഖത്തിൻ വലാ അൻ സിലത്തി റഹിമിൻ വലാ അൻ മുവാസാത്. മറ്റുള്ളവരെ സാന്ത്വനിപ്പിച്ചോന്ന് നമ്മളോട് ചോദിക്കൂല, സക്കാത്ത് കൊടുത്തോന്ന് ചോദിക്കൂല, ഹജ്ജ് ചെയ്തോന്ന് ചോദിക്കൂല, സദഖ കൊടുത്തോന്ന് ചോദിക്കൂല. നമ്മൾ പണമില്ലാത്തവരെത്ര ഭാഗ്യവാന്മാരാണ്. പണം തന്നിട്ടുണ്ടെങ്കിൽ ഈ ബാധ്യതകളും കൂടെ നമുക്ക് വരൂല ഇബ്രാഹിം. അതുകൊണ്ട് എന്തിനാ ബേജാറാകുന്നത്? ദുനിയാവിലെ മുതലാളിമാരായ സമ്പന്നരായ ആ പാവങ്ങളോടല്ലേ അള്ളാഹു ഇതൊക്കെ ചോദിക്കുക. അതുകൊണ്ട് നമ്മൾ ദുനിയാവിലെയും ആഖിറത്തിലെയും രാജാക്കന്മാരാണ് ഇബ്രാഹിം. നമ്മൾ രാജാക്കന്മാരാണ്, നമ്മളാണ് ഭാഗ്യവാന്മാർ. ടെൻഷൻ അടിക്കരുത് കേട്ടോ, ടെൻഷൻ അടിക്കരുത്. ലാ തഗ്തമ്മ വലാ തഹ്സൻ, ടെൻഷൻ അടിക്കരുത്, മനോവ്യഥ ഒഴിവാക്കണം. ഫരിസ്ഖുല്ലാഹി മഗ്മൂനുൻ സയഅതീക ഇൻഷാ അല്ലാഹ്. ഫരിസ്ഖുല്ലാഹ്, ഇന്ന് ഭക്ഷണം എവിടെന്നാന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ട്. ഗുരു അത് വായിച്ചു ശിഷ്യന്റെ മനസ്സിലുള്ളത്. എന്നിട്ട് പറയാണ്, റിസ്ക് അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അള്ളാഹ് ഏറ്റെടുത്ത കാര്യമാണ്, അതിന് അള്ളാഹ് ഉത്തരവാദിയാ. ആ കാര്യത്തിൽ വെറുതെ ടെൻഷൻ അടിച്ച സമയം കളയണ്ട. 4 ദിക്റ് ചൊല്ലിക്കോ. റിസ്ക് ആ സമയമാകുമ്പോൾ എവിടെന്നെങ്കിലും ഇങ്ങോട്ട് വരും. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വായകേറിയ തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. ബേജാറാവണ്ട, അതവൻ എവിടെന്നെങ്കിലും തരും, അതവൻ എവിടെന്നെങ്കിലും ഒപ്പിച്ചു തരും. ഭൂമുഖത്തുള്ള ഏതൊരു ജന്തുവിന്റെയും ഭക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് വായകേറിയ തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നല്ല ഭംഗിയുള്ളൊരു വാക്കാ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കല്ലേ ഇബ്രാഹിം ഇബ്നു ബഷാർ. അത് നേരാകുമ്പോൾ കിട്ടും. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ നേരായി, നോമ്പ് തുറക്കാൻ സമയമായി. എവിടുന്ന് വരുന്നു? ഉസ്താദ് പറഞ്ഞു വരും, ബേജാറാവണ്ട. നമ്മൾ ചിന്തിക്കുന്നില്ല, അതേക്കുറിച്ച് ടെൻഷൻ അടിക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എവിടുന്ന് ഇത് കിട്ടണ്ടേ? സാധനം കിട്ടുന്നില്ല. പിന്നെ ബാങ്ക് കൊടുത്തു, മൂപ്പര് നിസ്കരിക്കാൻ നിന്നു. ബാങ്ക് കൊടുത്തു, പച്ചവെള്ളം കുടിച്ചു, നോമ്പ് തുറന്നു, മൂപ്പര് നിസ്കരിക്കാൻ നിന്നു. നോമ്പ് തുറക്കാൻ അവിടെ ഒന്നുമില്ല, ഞങ്ങളും ബാക്കിൽ നിന്നു. അന്ന് ഇദ്ദേഹം മാത്രമാണ് ഉള്ളത്. ഫമാലരിസ്നായില്ല സാ, കുറച്ച് സമയം. വഇദാ നഹ്നു ബിറജുലിൻ ഖദ് ജാഅ ബിസമാനിയതി അർഗിഫ വതംറിൻ കസീർ. ഒരു കൊട്ട ഈത്തപ്പഴവും കുറച്ച് കാരക്കയും, ഒരു കിറ്റ് കാരക്കയും, അതുപോലെ തന്നെ 8 റൊട്ടിയും കൊണ്ട് ഒരാൾ വന്നിരിക്കുന്നു. 8 റൊട്ടിയുമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് അത് ഞങ്ങളെ വാതിൽക്കൽ അവിടെ വെച്ചിട്ട് അയാൾ പറഞ്ഞു, ഫവളഅഹാ ബൈന ഐദീന, ഞങ്ങളെ മുമ്പിൽ വെച്ച് എന്നിട്ട് പറഞ്ഞു, കുലൂ റഹിമക്കുമുല്ലാഹ്, ഇത് തിന്നോളൂ, സുഭിക്ഷമായിട്ട് കഴിച്ചോളൂ, റഹിമക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി. അയാൾ സലാം ചൊല്ലിപ്പോയി. നിസ്കാരം ഇങ്ങനെ കയ്യാൻ നിൽക്കുക. ഞങ്ങളോട് പറഞ്ഞിട്ട് അദ്ദേഹം അതവിടെ വെച്ച് പോയി. ഫസല്ലമ, ഇബ്രാഹിം ഇബ്നു അദ്ഹം സലാം വീട്ടി. സലാം വീട്ടിയ ഉടനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞ വാക്ക് കുല്യാ മഹ്മൂം, തിന്നാൻ കിട്ടാത്തതിൻ്റെ പേരിൽ കുറേ ആയല്ലോ മുഖം കറുത്ത് നിൽക്കണ്, എടുത്തു തിന്നോ പറഞ്ഞു എന്നോട്. ഇബ്രാഹിം ഇബ്നു ബഷാർ, ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടില്ല, ഈ കാര്യത്തിൽ സങ്കടപ്പെടേണ്ട, അത് അള്ളാഹുവിടെ എത്തിച്ചേരും. അതുകൊണ്ട് വേദനപ്പെട്ട ഹൃദയത്തിൻ്റെ ഉടമയായ മനുഷ്യ, ഭക്ഷണത്തെ ചൊല്ലി ടെൻഷൻ അടിച്ചവനെ ഭക്ഷണം കഴിച്ചോ എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ആ പ്രയോഗം കേട്ടപ്പം.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യാചകൻ ഞങ്ങളുടെ അടുത്തേക്ക് കയറി വന്നു. വല്ലതും തരുമോ എന്ന് ചോദിച്ചു. മുവാസാത്ത് കാണിക്കാൻ പോവാ. എത്ര പ്രതീക്ഷിച്ചിട്ട് എത്ര ആഗ്രഹത്തോടെ കിട്ടിയതാ. അതിൽ നിന്ന് എനിക്ക് വല്ലതും തരണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം 3 റൊട്ടി ഇങ്ങോട്ട് എടുത്തു. അപ്പം എനിക്കിങ്ങനെ തോന്നി, ഒന്ന് കൊടുത്താൽ പോരെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, കാരണം ഇതിപ്പോൾ ഞങ്ങൾക്കില്ല. അപ്പോൾ ആ 3 റൊട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് അയാൾക്കട് കൊടുത്തു. കാരക്കൻ്റെ കിറ്റ് എടുത്തിട്ട് അതുകൊണ്ട് കൊടുത്തു. 3 റൊട്ടിയും അയാൾക്ക് കൊടുത്തു. എന്നിട്ട് വാഴ്ത്താനി സലാസ 3 എടുത്തിട്ട് എനിക്കും തന്നു. വാക്കല റഗീഫൈൻ 2 റൊട്ടി ഇബ്രാഹിം ഇബ്നു അദ്ഹമും തിന്നു. എന്നിട്ട് പറഞ്ഞു, അൽ മുവാസാത്തു മിൻ അഖ്ലാഖിൽ മുഅ്മിനീൻ. ഉള്ളത് കൊണ്ട് പള്ള നിറച്ച് തിന്ന് ഏമ്പക്കമിടലല്ല മുസ്ലിമീങ്ങളുടെ സ്വഭാവം. കയ്യിലുള്ളത് മുഴുവൻ തിന്ന് ഏമ്പക്കമിടലല്ല മുസ്ലിമീങ്ങളുടെ സ്വഭാവം. അൽ മുവാസാത്തു മിൻ അഖ്ലാഖിൽ മുഅ്മിനീൻ. സാന്ത്വനം അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. ഉള്ളതുകൊണ്ട് വേറുള്ളവരെയൊക്കെ സമാധാനിപ്പിക്കുക. അതാണ് കേട്ടോ ഇബ്രാഹിമെ വേണ്ടത്. ഇബ്രാഹിം ഇബ്നു ബശാറിനോട് ഇബ്രാഹിം ഇബ്നു അദ്ഹം പറഞ്ഞു, നിങ്ങളുടെ നോമ്പുകാലം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാവട്ടെ. അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ, എന്നെയും സഹായിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി സ്വർഗം ചോദിക്കേണ്ട മാസം, നരകത്തെ തൊട്ട് അഭയം തേടേണ്ട മാസം. ഒരു സ്വർഗവും നരകവും ഒക്കെ നന്നായിട്ട് പറഞ്ഞ് പിരിയണമെന്ന് കരുതിയതാ. ഇത്രയും സമയമായതുകൊണ്ട് ഇനി നിങ്ങളെ ഇരുത്തുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തൽക്കാലം ഇൻഷാ അല്ലാഹ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കണം. ഈ റമദാനോടുകൂടി നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. അത്താഴ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ ദ്വാരക്കുക എന്നും. അപ്പോൾ പരസ്പരം ബഹ്റൈനിലെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ദ്വാരക്കാം ഇൻഷാ അല്ലാഹ്.